നല്ല നെരിച്ചിലുണ്ടല്ലേ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. ഒരു കപ്പ് പച്ചരി 2 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ് കേട്ടോ. പച്ചരി ഒരു 2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് കഴുകി ഊറ്റി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേ. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിൻ്റെ തൊലി കളഞ്ഞതും നമ്മൾ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കണം. വെള്ളം ഞാനൊരു കാക്കപ്പായിരുന്നു ഫസ്റ്റ് ചേർത്തത്, പക്ഷേ എനിക്കത് മതിയായില്ല കേട്ടോ. എന്ന് വെച്ച് കുറേ വെള്ളം ഒഴിക്കുകയും ചെയ്യരുത്. പോരാത്ത വെള്ളം നമ്മൾ കുറേശ്ശെ ചേർത്തിട്ട് അത്യാവശ്യം കട്ടി തന്നെ ഈ മാവ് അരച്ചെടുക്കണേതാ ഇങ്ങനെ. വെള്ളം കൂടുതലായാൽ കയ്യിൽ നിന്ന് പോട്ടോ, നല്ല പണി കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂൺ ചില്ലി ഫ്ലെക്സ് ആണ്. പിന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു മല്ലിയിലൻ്റെ ഒരു തൊണ്ട് അരിഞ്ഞതും, പിന്നെ ഒരു 2 പച്ചമുളക് കൂടെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടി നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. കൈ കൊണ്ട് തന്നെ മിക്സാക്കണേ. എന്നിട്ട് ഇതാ ഒരേ ഡയറക്ഷനിൽ ഏകദേശം ഒരു 2 മിനിറ്റ് എന്തായാലും മിക്സാക്കണേ. ഈ മിക്സിങ് സെറ്റായാലേ സംഭവം അടിപൊളിയാവുള്ളൂ കേട്ടോ. മാക്സിമം നിങ്ങളൊരു 2 മിനിറ്റ് മിക്സാക്കാൻ ശ്രമിക്കണേ. പിന്നെ പാൻ അടുപ്പത്ത് വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതാ കൈ കൊണ്ട് തന്നെ നുള്ളിടാൻ ശ്രമിക്കണം കേട്ടോ. കാരണം ഇത് എണ്ണയിലിട്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് വലുതായി വരുന്നുണ്ട്. അതിന് എണ്ണ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ബാറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ അങ്ങനെ ഇതാ പൊന്തി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് ഗോൾഡൻ ബ്രൗൺ കളറാവും കേട്ടോ. അതിന് തിരിച്ചു മറിച്ചിട്ട് നല്ലോണം 2 ഭാഗം മുരിയുന്ന രീതിയിൽ നമുക്കിത് പൊരിച്ചെടുക്കാം. പിന്നെ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയട്ടെ, ഇതിൻ്റെ റെസിപ്പി അല്ല കേട്ടോ. ഞാനിത് ഞങ്ങളിപ്പോൾ കാണുന്ന പോലെ ഒരു റീല് കണ്ടിട്ട് അതിന് അടിച്ച് മാറ്റി ഒന്ന് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ സംഭവം ഞാൻ വിചാരിച്ചാലും സൂപ്പർ ആയിരുന്നു കേട്ടോ. നല്ല ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ളൊരു സാധനം. എന്താ പറയുക, നമ്മളെ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എൻ്റെ മക്കളൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തീർത്തുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.